വെൽക്കം യു ഓൾ ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പേപ്പറിന്റെ പേര് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച്, ഓക്കെ, നമ്മൾ പൈസ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിനെ കുറിച്ച്, പൈസ ഏതൊക്കെ സോഴ്സിൽ നിക്ഷേപിക്കാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അതിൽ കുറച്ചും കൂടി ഹയർ ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് പേപ്പർ. യൂഷ്വലി ഉള്ള പോലെ തന്നെ 5 മൊഡ്യൂൾസ് ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ഈ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര്. അതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് മീനിങ് ആൻഡ് കോൺസെപ്റ്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ബേസിക് മീനിങ്ങും അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്, various asset class, factors in investing decision, concept of risk and return, source of risk, measurement of risk and return, diversification of hedging, ethical investing. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ, നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അത് വലിയ വീഡിയോ ചെയ്ത് നിങ്ങൾ ബോറൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ചെറിയ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒബ്ജക്റ്റീവേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കണം. 2, ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദ വീഡിയോ. സോ ഫസ്റ്റ് വൺ, മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വി സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ടാവും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ എന്തുണ്ടാവും? ഫിനാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്ന ഇൻകം തന്നെയാണ് എന്ത് മണി എന്ന് പറയുന്നത്. ഈ ഇൻകത്തിന് 2 തരത്തിലുള്ള യൂസുകളുണ്ട്, അല്ലെ? ഈ ഇൻകം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഇൻകം കൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അയാൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങുന്നു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്കുള്ള പൈസ കൊടുക്കുന്നു, അയാൾക്കുള്ള ഡ്രസ്സസ് വാങ്ങുന്നു, അങ്ങനെ പല യൂസസ് ഉണ്ട് ഇൻകത്തിന്. അപ്പൊ ഈ ഇൻകത്തിനെ പ്രധാനമായിട്ടും നമ്മുടെ കയ്യിൽ വരുന്ന ഇൻകത്തിനെ നമ്മൾ 2 രീതിയിലാക്കി തിരിക്കും. അപ്പൊ നമുക്ക് എത്ര സാലറി കിട്ടുന്ന ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ ചെലവിന് മാറ്റി വെക്കും, കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യും? സേവിങ്സ് ആയിട്ട് വെക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇൻകം എന്ന് പറഞ്ഞ സാധനത്തിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ എക്സ്പെൻസസ്, നമ്മൾ പർച്ചേസസിന് വേണ്ടി കൊടുക്കുന്നത്. 2, നമ്മൾ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കും. അപ്പൊ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഈ എക്സ്പെൻസസ് ആവശ്യമില്ല, പക്ഷെ ഈ സേവിങ്സ് എന്ന് പറയുന്ന സാധനം ഈ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കും. ഇങ്ങനെ നമ്മൾ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ മണി, അതെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു സേവിങ്സ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് എക്സ്ട്രാ മണി കയ്യിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ലേൺ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടുക. നിങ്ങൾ എങ്ങനെയാണ് സേവിങ്സ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, എന്താണ് സേവിങ്സ് കൊണ്ടുള്ള ഗുണം, അതും കൂടി പഠിക്കലാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ സേവിങ്സ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സേവിങ്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. ഓക്കെ, സോ ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമുക്കൊരു ഡെഫിനിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനിഷൻ വെറുതെ നമ്മൾ 4 ലൈൻ ഡെഫിനിഷൻ എഴുതി മനസ്സിലാക്കുന്നതിനെ കാട്ടി നന്നായിട്ട് നമുക്ക് അതൊന്ന് ഡീപ്പായിട്ടൊന്ന് അതിലേക്കൊന്ന് സെർച്ച് ചെയ്ത് പോകാം, എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പൈസ ഇടുകയാണ്. ഓക്കെ, ആ പൈസ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തിരിച്ച് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥലത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. അത് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല, പകരം നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള റിട്ടേണോ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും.
ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്? അപ്പൊ നമ്മുടെ സേവിങ്സ് ഓർ മണി ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതിനെ നമുക്ക് പല സോഴ്സസിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യും. പല സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് ബാങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിൽ നമുക്ക് പൈസ ഇടാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സോഴ്സസിൽ പോവാം, ഗവൺമെന്റ് ബോൺസ് വാങ്ങാം. അങ്ങനെയുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ ഒരുപാട് സോഴ്സസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് റിട്ടേൺ. അപ്പൊ നമ്മൾ എന്തിനാ ബാങ്കിൽ പൈസ ഇടുന്നത്? ബാങ്കിൽ പൈസ ഇടുന്നത് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മൾ എന്തിനാ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്നത്? ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്നത് നമ്മൾ ഇന്ന് വാങ്ങിച്ച ഷെയറിന്റെ വാല്യൂ നാളെ കൂടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാ നമ്മൾ ഗോൾഡിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഗോൾഡിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിന്റെ പൈസ കൂടുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ചെലവാക്കി കളയാവുന്ന പൈസ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ചെലവാക്കി കളയാവുന്ന പൈസ നമ്മൾ അങ്ങനെ ചെലവാക്കി കളയാണ്ട് അത് നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താണോ ചെലവാക്കാൻ, നമുക്കൊരു കാർ വാങ്ങണം, ആ കാർ വാങ്ങാണ്ട് ഇന്ന് ഞാൻ ആ കാർ വാങ്ങാണ്ട് എൻ്റെ ആ കാർ എന്ന് പറയുന്ന നീഡ് സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഇതിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ കൊണ്ടുപോയി ഇടുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു നീഡ് സാക്രിഫൈസ് ചെയ്യുന്നു നാളെ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നാളെ എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ ഇൻകം പ്രതീക്ഷിച്ച് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ അതിന് എന്ത് വിളിക്കും? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇനി ഒന്നുകൂടി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ഒരു 5000 രൂപയുണ്ട്. ഓക്കെ. ആ 5000 രൂപ അയാൾ എന്ത് ചെയ്യുന്നു? ഹി ഇൻവെസ്റ്റഡ് ഇറ്റ് ഇൻ എ ബാങ്ക്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാൽ അയാൾ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു ആ പൈസ. അപ്പൊ അയാൾ ആ ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു? 10 വർഷത്തേക്കുള്ള ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് അയാൾ ഇട്ടത്. ഓരോ വർഷവും 10% റിട്ടേൺ ഉണ്ടാവും. ഓക്കെ. ഓരോ വർഷവും 10% റിട്ടേൺ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഒരു വർഷം അയാൾക്ക് 5000 റുപ്പീസിന്റെ 10%, അതായത് 500 റുപ്പീസ് എന്തുണ്ടാവും? റിട്ടേൺ ഉണ്ടാവും. ഓക്കെ. അപ്പൊ 10 വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അയാളുടെ റിട്ടേൺ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ അയാളുടെ റിട്ടേൺ തന്നെ ആവും എത്ര? 5000. അപ്പൊ അയാൾക്ക് 5000 പ്ലസ് 10 വർഷം കഴിയുമ്പോൾ അയാളുടെ ഇൻട്രസ്റ്റും കൂട്ടിയിട്ട് 10,000 റുപ്പീസ് അയാൾക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ അയാൾക്ക് 5000 റുപ്പീസ് കൊണ്ട് ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന് അയാൾക്ക് ആ 5000 റുപ്പീസ് ചെലവാക്കുമ്പോൾ കിട്ടാവുന്ന കാര്യങ്ങൾ, അയാൾക്ക് ചിലപ്പോൾ 5000 റുപ്പീസിന് ഫോൺ വാങ്ങാൻ പറ്റും, അയാൾക്ക് ചിലപ്പോൾ ഒരു എന്താണ് ഒരു TV വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ബൈസിക്കിൾ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്താൻ പറ്റും. ഇങ്ങനെ യൂസസ് ഒക്കെ ഉണ്ട്. ഈ യൂസസ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന, ഇന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഗെയിൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ സാക്രിഫൈസ് ടുഡേ ഫോർ ദ ഗെയിൻ ഇൻ ഫ്യൂച്ചർ. ഇതാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു ലൈമാൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസിലേക്ക് പോകാം. അപ്പൊ എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ്? ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഉള്ളത്, എ കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് മെയ്ഡ് ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് പോസിറ്റീവ് റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യാണ്, ഫ്യൂച്ചറിൽ കമ്മിറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ കമ്മിറ്റ് ചെയ്യാതെ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിൽ പോസിറ്റീവ് റിട്ടേൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. വേറൊരു ഡെഫിനിഷൻ ഉള്ളത് ഷാർപ്പ് എന്ന് പറയുന്ന ഒരാൾ തന്ന ഡെഫിനിഷൻ ആണ്. ഷാർപ്പിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഇൻവെസ്റ്റ്മെന്റ് ഈസ് സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസന്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അതായത് ഇന്ന് ഒരു പൈസക്കുള്ള, അല്ലെങ്കിൽ ഇന്ന് ക്യാഷിനുള്ള വാല്യൂ, ഇന്ന് 5000 റുപ്പീസിനുള്ള വാല്യൂ, അത് നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അതായത് അതിനെ കൊണ്ട് ഇന്ന് കിട്ടുന്ന വാല്യൂ നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ അതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 മാറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്: റിട്ടേണും റിസ്ക്കും. ഈ 2 മാറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സാധനം ഓർമ്മ വരും: ഫ്യൂച്ചർ ഈസ് അൺസെർട്ടൈൻ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സാധനമാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ ഈസ് അൺസെർട്ടൈൻ. ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ. ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതിൽ എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതിൽ എന്തില്ല?
ഒരു ഉറപ്പും ഇല്ല. ഫ്യൂച്ചറിൽ അതിന് എന്ത് റിട്ടേൺ കിട്ടും എന്നുള്ളതിന് എന്തില്ല, ഒരു ഉറപ്പും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിപ്പോ നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ വിചാരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ, ഇപ്പൊ ഇന്ന് നമ്മളൊരു 100 രൂപേന്റെ ഷെയർ വാങ്ങുമ്പോൾ വിചാരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ അതിന് 200 രൂപയാവുന്നതാണ്. ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എന്താവില്ല, അതിന് 200 രൂപയാവില്ല, അതിന് 150 രൂപയാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ച റിട്ടേൺ കിട്ടിയില്ല. അപ്പൊ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ അതിന് 150 രൂപയാവില്ല, ചിലപ്പോൾ അതിന്റെ വാല്യൂ കുറഞ്ഞു പോകും. അപ്പൊ അവിടെ ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറിൽ പ്ലേ ചെയ്യുന്നതിനെ കൊണ്ട് ഇതിനൊരു റിസ്ക് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച റിട്ടേൺ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഫ്യൂച്ചറിൽ കിട്ടാണ്ട് നിൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഈ ഇൻവെസ്റ്റ്മെന്റ് റിസ്കിന്റെ കാര്യം പറയുമ്പോൾ എത്രത്തോളം റിസ്ക് കൂടിയ സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്തും കൂടും, റിട്ടേണും കൂടും. ആ റിലേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ആ കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഇന്ന് നമുക്ക് ആ ക്യാഷിനോണ്ട് ഉണ്ടാവുന്ന വാല്യൂ മറന്നു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് സാക്രിഫൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരു റിട്ടേൺ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ നമുക്ക് കിട്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്തായിരുന്നു റിസ്ക് എന്ന് പറഞ്ഞാൽ, റിസ്ക് ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ ഇൻആഡിക്വേറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ വിചാരിച്ച റിട്ടേൺ കിട്ടാണ്ടിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്കും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ആംപ്ലിങ് എന്ന് പറഞ്ഞ ഒരാൾ തന്നിട്ടുണ്ട്. ഇതാണ് ഡെഫിനിഷൻ. പർച്ചേസ് ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ്സ് that produce a yield എന്ന് പറഞ്ഞ റിട്ടേൺ ആണ്, that is proportionate to the risk assumed over some future investment period. ഇതാണ് ആ എന്താ പറയുന്നത്, റിസ്കിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ഫ്യൂച്ചർ പഠിക്കാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, നമ്മുടെ കയ്യിൽ ഇന്ന് ഉള്ള ക്യാഷ് നമ്മളൊരു സോഴ്സിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചറിൽ ആ ക്യാഷ് നമുക്ക് കൂടുതൽ റിട്ടേൺ തരാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻസ് നിങ്ങൾ നോട്ട് ചെയ്തോളാം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എൻഡ് റിസൾട്ട് ദാറ്റ് വി വാണ്ട് ടു അച്ചീവ്, അതാണ് ഒബ്ജക്റ്റീവ്. എന്താണോ നമുക്ക് അവസാനമായിട്ട് അച്ചീവ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. സേ നിങ്ങളെല്ലാവരും എംകോം പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ബികോം പഠിക്കുന്നു, അല്ലെങ്കിൽ BBA പഠിക്കുന്നു. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് പാസ്സാവുക എന്നുള്ളതാണ് നിങ്ങളുടെ എൻഡ് റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. അതായത് ഒരാൾ ഇന്ന് അയാളുടെ കയ്യിലുള്ള പൈസേന്റെ യൂസ് സാക്രിഫൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അയാൾക്ക് റിട്ടേൺ കിട്ടാനുള്ളതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി സ്റ്റാർട്ട് വിത്ത് ദിസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള പൈസ എന്താക്കി വെക്കുക, സേഫ് ആയിട്ട് വെക്കുക. അത് മിസ്സായി പോകണ്ട, അല്ലെങ്കിൽ അത് ലോസ് ആയി പോകാണ്ട് ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കുക. നമ്മൾ പറഞ്ഞു എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും എന്തുണ്ടാവും എന്ന് പറഞ്ഞു, റിസ്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ചില ഇൻവെസ്റ്റ്മെന്റ്സിന് എന്തായിരിക്കും, റിസ്ക് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ നിങ്ങൾ FD ഇട്ടു. ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിന്റെ റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം എന്താണ്, ഉറപ്പാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഗവൺമെന്റ് ബോൺസ് വാങ്ങുന്നു. ചിലപ്പോൾ ഗവൺമെന്റ് എന്തെടുക്കും, ബോൺസ് ഇറക്കും, ട്രഷറി ബിൽസ് ഇറക്കും. അപ്പൊ അതൊക്കെ പർച്ചേസ് ചെയ്യുന്നു. അതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, റിട്ടേൺ കിട്ടുന്ന ഉറപ്പാണ്. നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരുടെ ക്യാഷ് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്. എന്താണ്, അവരുടെ കയ്യിലുള്ള ക്യാഷ്, ഇന്ന് അവരുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ 100 എത്രയാവുക, 200 ആവുക, അല്ലെങ്കിൽ 500 ആവുക. ഇത് എക്സ്പെക്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണ്, അവരുടെ കയ്യിലുള്ള ഫിനാൻസ്, അതായത് സേവിങ്സ് പൈസ ഒരിക്കലും നമ്മൾ വെറുതെ അൽമാരയിൽ കൊണ്ടുവച്ചിട്ട് എന്തില്ല, ഒരു കാര്യമില്ല.
നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മറ്റുള്ള ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കയ്യിൽ ഇന്നുള്ള പൈസ എന്ത് ചെയ്യുക, കുറച്ചു കാലം കഴിയുമ്പോൾ കൂടാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് ഇൻവെസ്റ്റ്മെന്റിന് എന്ത് എന്ന് പറയുന്നത്? ഗ്രോത്ത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ പൈസ ആവാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നുള്ളത് ഇൻകം. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് എന്താണ്, ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം. സേ നിങ്ങളല്ല, ഒരാൾ വർക്ക്, ഇപ്പോൾ ഒരാൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്, അയാൾക്ക് ഒരു 35,000 സാലറി ഉണ്ട്, അയാൾക്ക് മന്ത്ലി ഒരു 10,000 റുപ്പീസ് സേവിങ്സ് വരും. അപ്പൊ ഈ സേവിങ്സിൽ ഏതെങ്കിലും ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു സോഴ്സിൽ കൊണ്ടോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ സേവിങ്സിനും മന്ത്ലി അല്ലെങ്കിൽ ഇയർലി എന്ത് ചെയ്യും, 1000 രൂപ 2000 രൂപ എന്ന് വെച്ച് എന്ത് വരും, റിട്ടേൺ വരും. അപ്പോൾ അത് എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആവും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താവാം, ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും അല്ലാണ്ട് കുറച്ച് അതർ ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ചില ആൾക്കാർ ടാക്സ് ബെനിഫിറ്റ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ടാക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അല്ലെങ്കിൽ ചില ടാക്സ് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് ഇൻവെസ്റ്റ്മെന്റ്സ്. നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം എടുത്താൽ, അതേപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ് എടുത്താൽ നിങ്ങൾ ഒരുപാട് ടാക്സ് ഡിഡക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ടാക്സ് ഡിഡക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യൻ കമ്പനീന്റെ ഷെയർ വാങ്ങുകയാണെങ്കിൽ, ഇന്ത്യൻ കമ്പനീന്റെ ഓണർ ആവുകയാണെങ്കിൽ, അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ക്യാഷ് കൊടുക്കണ്ട. ഇങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ടാക്സിന് കിട്ടുന്നത് എന്തിന്, നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട്, അതിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ടാക്സിൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള ഒബ്ജക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ എക്സസ് ആയിട്ട് ക്യാഷ് ഉള്ളപ്പോൾ അതിന് ഏതെങ്കിലും ഒരു സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ക്യാഷിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പെട്ടെന്ന് ആ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്, സ്റ്റാർട്ടിങ് വിത്ത് സേഫ്റ്റി, ഗ്രോത്ത്, ഇൻകം, അതർ ഒബ്ജക്റ്റീവിനകത്ത് ടാക്സ് ബെനിഫിറ്റ്സും ലിക്വിഡിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന കോൺസെപ്റ്റ്. വി സ്റ്റാർട്ടഡ് വിത്ത് investment basic definition and അതിന്റെ concept and investment objectives. Okay, thank you.